എന്തായാലും എന്താണ് ഇന്ന് JLT ഹിന്ദി ലൈവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രാമറാണ്, ഹിന്ദി വ്യാകരണാണ്, അതുപോലെ ഭാഷ സംരചന. വ്യാകരണിലെ എന്താണ് സംജ്ഞ, സർവനാം, വിശേഷൻ, കാരക്, ക്രിയ ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്, വ്യാകരണിൽ വരുന്നത്. അതുപോലെ കാല്. പിന്നെ ഭാഷാ സംരചനയില് എന്താണ് ധ്വനി, സ്വനി, അതുപോലെ എന്താണ് സന്ധി, വിച്ഛേദ് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഭാഷാ സംരചനയിൽ വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകും. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് ഈ ഹിന്ദി വ്യാകരൺ എന്ന് പറയുന്നത് 12 മാർക്കാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് എന്ത് ഹിന്ദി വ്യാകരണം എന്ന് പറയുന്നത്. ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നന്നായി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൃദ്യസ്ഥമാക്കുവാനായിട്ട് കഴിയും. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരുപാട് കൺഫ്യൂസ്ഡ് അങ്ങനെ മനഃപൂർവ്വം വരുന്നതല്ല, നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ്. പക്ഷേ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാത്തമാറ്റിക്സിനെയൊക്കെ സമീപിക്കുന്ന പോലെ, ചെറിയ ചെറിയ എന്താണ് കാൽക്കുലേഷൻസിനെ സമീപിക്കുന്ന പോലെ തന്നെ ഇതും നമുക്ക് വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്: ബുഢാപ്പ ശബ്ദ് വ്യാകरण की दृष्टि से किस संज्ञा भेद के अंतर्गत आता है? ബുഢാപ്പ എന്ന വാക്ക് വ്യാകരൺ ദൃഷ്ടിസെ ഏത് സംജ്ഞയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്, അല്ലെ? അപ്പോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് വരുന്നത് എന്താണ്? ഓപ്ഷൻസ് വരുന്നു എന്താണ്? ജാതിവാചസജ്ഞ, ഭാവവാചസജ്ഞ. ഓക്കെ, ഇവിടെ ഉത്തരം വന്നു കഴിഞ്ഞു. വ്യക്തിവാചസജ്ഞ, സമുദായവാചസജ്ഞ. അപ്പൊ ഭാവവാചക് എന്താണ്? ഓപ്ഷൻ ബി എന്നാണ് മഞ്ജു നായരാണ് ആദ്യം മറുപടി തന്നിരിക്കുന്നത്. പിന്നെ ജുനൈഹ, അഞ്ജലി ഇവരെല്ലാം 3 പേരും ഭാവവാചകാണ് തന്നിരിക്കുന്നത്. അപ്പൊ നാലാമതായിട്ട് MR രജനി, ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്കറിയാം എന്താണ് 3 സംജ്ഞയാണ് മെയിൻ ആയിട്ടുള്ളത്, അല്ലെ? വ്യക്തിവാചക്, ജാതിവാചക്, അതുപോലെ ഭാവവാചക്. അപ്പൊ നമുക്ക് ഉത്തരം എന്താണെന്ന് ആദ്യം മാർക്ക് ചെയ്യാം. ഓക്കെ, ഭാവവാചകാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെ? ആർക്കും തന്നെ ഇത് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. കാരണം ബുഢാപ്പ. അപ്പൊ സത്യത്തിൽ ഭാവവാചക് എന്ന് നോർമലി നമ്മൾ നോക്കുമ്പോൾ ക്രോധ്, ഖുഷി ഇതൊക്കെയാണ് ഭാവവാചക സംജ്ഞയായിട്ട് വരുന്നത്. ഈ ബുഢാപ്പ എന്ന വാക്ക് മറ്റേതോ ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഭാവവാചക സംജ്ഞയാണ്. അപ്പൊ നമുക്കറിയാം ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത് ജാതിവാചക സംജ്ഞയിൽ നിന്നും, അതുപോലെ വിശേഷണിൽ നിന്നും, പിന്നീട് എന്താണ് ക്രിയയിൽ നിന്നും ഒക്കെയാണ് രൂപം കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഭാവവാചക സംജ്ഞ. അപ്പൊ ഈ ബുഢാപ്പ എന്നത് എന്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ സംജ്ഞ എന്ന് പറയുമ്പോൾ 3 എണ്ണാണ്: വ്യക്തിവാചക്, ജാതിവാചക്, അല്ലെ? വ്യക്തിവാചക് എന്ന് പറയുമ്പോൾ പേരുകളൊക്കെയാണ് വരുന്നത്, അല്ലെ? ഇപ്പോ എന്താണ് രമ, സീത, ഈ പറയുന്ന നിങ്ങളുടെ രജനി, ഇതൊക്കെ വ്യക്തിവാചക സംജ്ഞകളാണ്. ഇനി നദികളുടെ പേരാണെങ്കിൽ ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഇതെല്ലാം എന്താണ്? വ്യക്തിവാചക സംജ്ഞകളാണ്. അതേസമയം നദി എന്ന വാക്ക് എന്താണ്? ജാതിവാചക സംജ്ഞയാണ്. ഇനി ഹിമാലയ എന്നത് എന്താണ്? ഒരു വ്യക്തിവാചക സംജ്ഞയാണ്. ഹിമാലയ, മൗണ്ട് കേറ്റു ഇതെല്ലാം പർവ്വതങ്ങളുടെ പേരുകളാണ്. അതേസമയം പർവ്വത എന്ന വാക്ക് എന്താണ്? അത് ഒരു ജാതിവാചക സംജ്ഞയാണ്. അപ്പൊ ഇത് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ജാൻവർ എന്നാണെങ്കിൽ അതൊരു ജാതിവാചക സംജ്ഞയാണ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നതാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും പറയുമോ ബുഢാപ്പ എന്ന വാക്ക് എന്തിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഭാവവാചക സംജ്ഞയാണ്? ജാതിവാചക സംജ്ഞയാണോ, വിശേഷണാണോ, ക്രിയയിൽ നിന്നുമാണോ? ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ബുഢാപ്പ ശബ്ദ് കിസ് സേ എന്താണ് ഉത്പാദിത് സംജ്ഞ ഹെ? അതായത് ഇപ്പോ ഓപ്ഷൻ ആയിട്ട് ക്രിയ, വിശേഷൻ, പിന്നെ സംജ്ഞ, അതായത് ജാതിവാചക സംജ്ഞ, കർമ്മ, അങ്ങനെ പല രീതിയിൽ
ചോദിക്കാം. അപ്പൊ നിങ്ങൾ ബുഢാപ്പ എന്നത് എന്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും ഒരുപാട് നോക്കി. ഓക്കെ, വിശേഷണം എന്ന് അഞ്ജലിയും പിന്നെ ശ്രീലക്ഷ്മിയും മറുപടി തന്നിട്ടുണ്ട്. കറക്റ്റ് ആണ് അല്ലെ? എന്ത് വിശേഷണാണ്? ബുഢാപ്പ എന്നത് എന്ത് വിശേഷണം നിന്നുമാണ് വന്നിരിക്കുന്നത്? ഓക്കെ, രജനിയും വിശേഷണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഏത് വിശേഷണിൽ നിന്നുമുള്ളതാണ് എന്നുള്ളതാണ്. ആ വിശേഷൻ വാക്ക് ഏതാണ്? ബുഢാപ്പ എന്ന് ഭാവവാചകസഞ്ജയായിട്ട് മാറി അല്ലെ? അപ്പൊ അത് ഏത് വിശേഷൻ ശബ്ദത്തിൽ നിന്നുമാണ് ഈ പറയുന്ന ഇത് വന്നിരിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ആ വാക്കാണ് ഉദ്ദേശിച്ചത്. ഗുൺ വിശേഷൻ ഓക്കെ, ആ വാക്കാണ് ഉദ്ദേശിച്ചത്. ഏത് വിശേഷണ ഉദ്ദേശിച്ചത്? ബച്പൻ. ഓക്കെ, അത് ബച്പൻ ഒരു വിശേഷനാണ്. അത് ബച്ച എന്നതിൽ നിന്നുമാണ്, ബച്ച എന്ന ജാതിവാചകസഞ്ജയിൽ നിന്നുമാണ് ബച്പൻ വന്നിരിക്കുന്നത്. ഈ ബുഢാപ്പ എന്നത് ഒരു വിശേഷനിൽ നിന്ന് വന്നു. ഓക്കെ, ബൂഠ അഞ്ജലി പറഞ്ഞു, ജുനൈഹ പറഞ്ഞു. അതെ, ബൂഠ എന്ന ആദ്മി അല്ലെ, ബൂഠ എന്ന വിശേഷനിൽ നിന്നുമാണ് എന്ത് ബുഢാപ്പ എന്ന ഭാവവാചകസഞ്ജ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഇതിൽ നിന്നും വരുന്ന ഏതു തരം ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മൾ എന്തെല്ലാം നോക്കി? സജ്ഞ എന്നത് 3 സജ്ഞ കിത്നെ പ്രകാർ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിവാചക, ജാതിവാചക, ഭാവവാചക എന്ന രീതിയിൽ പഠിക്കുന്നു. പിന്നെ എന്താണ് ഈ പറയുന്ന ഭാവവാചകസഞ്ജകൾ എന്തിൽ നിന്നും ഉണ്ടാകുന്നു? ജാതിവാചകസഞ്ജയിൽ നിന്നും ഉണ്ടാകുന്നു, വിശേഷണിൽ നിന്നും ഉണ്ടാകുന്നു, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നു. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിയാവംസെ, ക്രിയകളിൽ നിന്നുണ്ടാകുന്നത് എങ്ങനെയാണ്? ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ കാട്ട്ന, കാട്ട്ന എന്നത് മുറിക്കുക അല്ലെ, ആ ക്രിയയിൽ നിന്നും കാട്ട് എന്നുണ്ടാകുന്നു. അതുപോലെ ലഡ്ന എന്നതിൽ നിന്നും എന്താണ്? ലഡായി ഉണ്ടാകുന്നു. ചല്ല എന്നതിൽ നിന്നും ഛൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടാകുന്നു. പിന്നെ ജാതിവാചകസഞ്ജയിൽ നിന്നാണെങ്കിൽ ബച്ച എന്താണ്? ബച്പൻ, ബാൽ, ബാൽപൻ, പിന്നെ മനുഷ്യത. അപ്പൊ അങ്ങനെയെല്ലാം എന്തുണ്ടാകുന്നു? ഭാവവാചകസഞ്ജകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: मैं अपना काम स्वयं कर लूंगा इस वाक्य में रेखांकित शब्द स्वयं സർവനാം का कौन सा भेद है? ഇതും ഓപ്ഷൻസ് തരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. നിജവാചക് എന്ന് അഞ്ജലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. നിജവാചക് സർവനാം, നിശ്ചയവാചക് സർവനാം, പുരുഷവാചക് സർവനാം, സംബന്ധവാചക് സർവനാം. ഓക്കെ, വളരെ സ്പീഡിൽ ഉത്തരങ്ങൾ വരുന്നുണ്ട്. എന്താണ്? ഓപ്ഷൻ എ നിജവാചക് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു. നിജവാചകാണോ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്, നിജവാചകാണ് അല്ലെ? ഏതാണ്? അതായത് മേ അപ്നാ കാം സ്വയം കർലൂ. ഈ സ്വയം എന്നത് എന്താണ്? നിജവാചകാണ് അല്ലെ? നിജവാചകം എന്തൊക്കെയാണ്? ആപ് അല്ലെ, അപ്നെ ആപ് കർണ, അതിനെയാണ് നമ്മൾ നിജവാചക്, സ്വന്തമായി ചെയ്യുന്നതിനെയാണ് നിജവാചക് സർവനാം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം സർവനാം എത്ര ഉണ്ട് ഭേദ്? സർവനാം കെ കിത്നെ ഭേദ് ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സർവനാം കെ കിത്നെ ഭേദ് ഹേ? 6. ഓക്കെ, ശ്രീനാഥാണ്, സീനത്താണ് പറഞ്ഞത്. ശ്രീലക്ഷ്മി ഓക്കെ 6 ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 6 ഭേദാണ് അല്ലെ? 6 ഭേദം എന്ന് പറയുമ്പോൾ എന്താണ്? പുരുഷവാചക് സർവനാമുണ്ട്, അതിൽ തന്നെ ഉത്തം, മധ്യം, പിന്നെ അന്യ പുരുഷുണ്ട്, പിന്നെ നിശ്ചയവാചക് സർവനാമുണ്ട്. ഈ പുരുഷവാചകിൽ എന്തെല്ലാമാണ് വരുന്നത്? മേം വരുന്നുണ്ട്, ഹം വരുന്നുണ്ട്, അതുപോലെ തു, തും വരുന്നുണ്ട്, പിന്നെ വഹ്, യഹ് എന്ന രീതിയിൽ വരുന്നുണ്ട്, ആപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഇനി എന്താണ്? നിശ്ചയവാചക് സർവനാമിൽ യഹ്, വഹ് അല്ലെ? യ കമ്ര മേരാ ഹെ, യ ഘർ, വ എന്താണ്? റോഡ് അല്ലെങ്കിൽ വ സഡക്, അങ്ങനെ പറയുന്നത് നമ്മൾ നിശ്ചയവാചക് എന്ന് പറയുന്നു. ഇനി അനിശ്ചയവാചകാണെങ്കിലോ കോയി, കുച്ചാണ് അനിശ്ചയവാചകയിൽ യൂസ് ചെയ്യുന്നത് അല്ലെ? കോയി ആയ, കുച്ച് ഹുവ, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണത് ആ അനിശ്ചയവാചക സർവനാമ ഇതിലേക്ക് വരുന്നത്. പിന്നെ എന്താണ്? നിജവാചകമാണ് നമ്മളിപ്പോ നോക്കിയത്. ആപ്, ഖുദ്, സ്വയം.
അല്ലെ? ഇതെല്ലാം എന്തിൽ വരുന്നു? നിജ്വാചക് സർവനാമിൽ വരുന്നു. പിന്നെ സംബന്ധ വാചകം അത് ജോ സോയാണ്. ജോ ഹുവാ സോ ഹുയി അല്ലെ? ജോ ബാത്ത് ജോ കാം സോ ഹുവ ജോ കാം ഹുവ സോ കാം ഇതെല്ലാം എന്തിൽ വരുന്നു? സംബന്ധ വാചകം അത് കണക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രശ്നവാചകം കോനും ക്യായും അല്ലെ? എന്താണ് ഇപ്പോ കോയി കുച്ച് പറഞ്ഞ പോലെ തന്നെ എന്താണ് കോൻ ആയ ആര് വന്നു അല്ലെ? കോൻ ആയ ക്യാ ഹുവ ക്യാ ഹോ സക്താ ഹെ ക്യാ ഹോ സക്താ ഹെ ക്യാ ഹുവ കോൻ ആയ കോൻ ജാത്താ ഹെ കോൻ വഹാം പർ ഹെ. ഇപ്പൊ ഇതെല്ലാം എന്താണ് ഈ പറയുന്ന പ്രശ്നവാചക സർവനാമിലാണ്. അപ്പോ സർവനാമിന്റെ കാര്യത്തിലാണെങ്കിൽ 6 എണ്ണമാണുള്ളത്. ഈ പറയുന്ന സർവനാമങ്ങളാണ് ഉള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യമാണ് സാംസ്കൃതിക് ശബ്ദ് കിസ് മൂൽ സഖ്യാസെ ബന വിശേഷൺ ഹെ. അപ്പൊ സാംസ്കൃതിക് എന്നതൊരു വിശേഷണമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊരു സഖ്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ള വിശേഷൻ ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സംസ്കൃതി ഉണ്ട്, സംസ്കാർ ഉണ്ട്, സമാജ് ഉണ്ട്, സംസ്കാരി ഉണ്ട്. ഇത് ഒരേ അർത്ഥത്തിൽ പല വാക്കുകളുണ്ട്. പക്ഷേ ഞാൻ തന്നിരിക്കുന്നത് സാംസ്കൃതിക് എന്ന വിശേഷനാണ്. അത് ഏത് വാക്കിൽ നിന്നും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ബി ആണ് സംസ്കാർ അല്ലെ? സംസ്കാർ ആണ് പറയുന്നത്. ഓക്കെ, 3 പേര് മറുപടി തന്നു. 3 പേരും ബിയിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, ബി തന്നെയാണ് പറയുന്നത്. എന്താണ്? സംസ്കാർ അല്ലെ? സംസ്കാർ എന്നാണ് പറയുന്നത്. സംസ്കൃതി, സംസ്കാർ, സമാജ്, സംസ്കാരി എന്ന ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ ബി എന്ന ഓപ്ഷൻസ് ആണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി വ്യത്യസ്തമായ ഉത്തരങ്ങൾ ആർക്കെങ്കിലും തരാനായിട്ടുണ്ടെങ്കിൽ തരാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും കാത്തിരിക്കാം. വേറെ എന്തെങ്കിലും മറുപടി തരാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും വേറെ മറുപടികളൊന്നും വരുന്നില്ല. എനിവേ നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും ഉത്തരങ്ങൾ തെറ്റാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, സംസ്കൃതിയാണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക അല്ലെ? നിങ്ങൾക്ക് സംസ്കൃതിയും സംസ്കാറും ഒരേ അർത്ഥമാണ് തരുന്നത്. കൾച്ചർ എന്ന അർത്ഥമാണ് തരുന്നത്. ഇത് വിശേഷണമാകുമ്പോൾ ഇംഗ്ലീഷിൽ എന്താണ്? കൾച്ചറൽ എന്ന അർത്ഥത്തിലേക്കാണ് എത്തുന്നത് അല്ലെ? സാംസ്കൃതിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സാംസ്കാരികമായ അല്ലെങ്കിൽ കൾച്ചറൽ എന്ന രീതിയിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഇവിടെ ഏത് വാക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന രീതിയിൽ നമ്മൾ നോക്കുക അല്ലെ? സംസ്കൃതിയിൽ നിന്നുമാണ് എന്ത്? സാംസ്കൃതിക് എന്ന വാക്കുണ്ടാകുക. സംസ്കാർ എന്നതിൽ നിന്നും സാംസ്കാരിക് എന്നായിരിക്കും വരിക. പിന്നെ സൻസാർ എന്ന വാക്കുണ്ട്, ലോകം, അത് സാംസാരിക്. സമാജ് എന്നതിൽ നിന്നും എന്തുണ്ടാകുന്നു? സാമാജിക് ഉണ്ടാകുന്നു. പിന്നെ രാജനീതി എന്ന വാക്കിൽ നിന്നും രാജനീതിക് എന്നുണ്ടാകുന്നു. അതുപോലെ എന്താണ്? ധർമ്മ എന്ന വാക്കിൽ നിന്നും, അതായത് സഖ്യയിൽ നിന്നും ധാർമ്മിക് എന്നുണ്ടാകുന്നു. പിന്നെ അർത്ഥ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന അർത്ഥത്തിലല്ല, ഇക്കണോമി എന്ന അർത്ഥം വരുന്ന അർത്ഥ്. ആ അർത്ഥ് എന്ന സഖ്യയിൽ നിന്നും ആർത്തിക് എന്നതുണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഇതിന്റെ ഒരു വിശേഷൻ ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പൊ 4 പേരുടെയും ഉത്തരങ്ങള് 4 അല്ലേ? അതെ, 4 പേര് തന്ന 5 പേരുണ്ട്. 5 പേര് തന്ന ഉത്തരങ്ങൾ ബി ആയിരുന്നു, സംസ്കാരമായിരുന്നു. പക്ഷെ ഇത് തെറ്റായിപ്പോയി അല്ലെ? അപ്പോ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഓക്കെ എന്ന് പറയാവുന്നതാണ്. ഇതെങ്ങനെയാണത് പ്രതിഫലിക്കുന്നത് എന്ന ഒരു ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, രജനി അഞ്ജലിയൊക്കെ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമുക്കത് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്ത് പോകാം. അപ്പോ ഇത് പറഞ്ഞു അല്ലെ? ഇപ്പൊ സമൂഹം എന്ന വാക്കുണ്ട്, സാമൂഹിക എന്നാണ് വരിക. ഇത് പല രീതിയിൽ നമുക്ക് പറഞ്ഞ് പോകുന്നതാണ്. പല ഇത്തരത്തിലുള്ള ഒരു വിശേഷൻ അല്ലെ? സാംസ്കാരികമായ നമ്മളിപ്പോ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമല്ലോ, സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട്, മതപരമായ, ഭരണഘടനാപരമായ. അതായത് ഭരണഘടനാപരമായ എന്നെങ്ങനെ പറയാ? സംവിധാനാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? അപ്പൊ ഭരണഘടനാപരമായ എന്ന് പറയുമ്പോൾ എന്താ പറയും? സംവൈധാനിക് അല്ലെ? സംവൈധാനിക് അധികാർ എന്താണ്?
ഭരണഘടനാപരമായ അവകാശം, അതാണ് സംവൈധാനിക്. ഇതുപോലെ വേറെ ഏത് വാക്കാണ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വരുന്ന വേറെ ഏതെങ്കിലും ഒന്ന്, അതായത് ഈ തിക് എന്ന രീതിയിൽ, ക് എന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ആണ്. ഇപ്പോ രാജനീതിക്ക്, സാമാജിക് ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം, അറിയാവുന്നത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഓർമ്മ വന്നത് കമന്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ എന്തായാലും അത് വായിക്കാം. ആധ്യാത്മിക്, അതായത് എന്താണ് ആധ്യാത്മിക്, എന്താണ് വരുന്നത്? ആധ്യാത്മിക് അല്ലെ, ആത്മീയമായ, ആധ്യാത്മിക്. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു വാക്കാണ് അല്ലെ. പിന്നെ ദർശൻ നിന്നും എന്താണ്? ദാർശനിക്, ഫിലോസഫിക്കൽ അല്ലെ. അങ്ങനെ ഒരുപാടുണ്ട് ഇത്. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം ഇതാണ്: രാം ബഹുത് തേസ് ദൗഡ്താ ഹൈ, ഇസ് വാക്യ മേ ബഹുത് ക്യാ ഹൈ? രാം ബഹുത് തേജ് ദൗഡ്താ ഹൈ, ഇസ് വാക്യ മേ ബഹുത് ക്യാ ഹൈ എന്നതാണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ക്രിയാവിശേഷൻ, ഓക്കെ, വിശേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു, കാണുന്നില്ല. ഓക്കെ, ക്രിയാവിശേഷൻ, സർവനാം, പ്രവിശേഷൻ, വിശേഷൻ. ഈ 4 ഓപ്ഷൻസ് ആണ് എന്ത് നിങ്ങൾക്കുള്ളത്. ഇതിൽ നിന്നും പറയുക. ഡി ആണ് വിശേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ ആ സെന്റൻസ് ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. എ, ക്രിയാവിശേഷൻ എന്ന് മഞ്ജു പറഞ്ഞിരിക്കുന്നു. അശ്വതിയും ക്രിയാവിശേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്ക്രീൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സീനത്താണ് സ്ക്രീൻ കാണുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് സീനത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കയറുവാണെങ്കിൽ മേ ബി കാണുമായിരിക്കും. ഓക്കെ, പിന്നെ സി എന്ന് സംഗീത, സി പ്രവിശേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെറൈറ്റി. പിന്നെ എയും ഡിയുമാണ്. ഓക്കെ, അഞ്ജലിയും പ്രവിശേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയും എന്താണ്, ഞാൻ മറുപടികൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രവിശേഷൻ, ജുനൈഹ പ്രവിശേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അതായത് ഈ പറയുന്ന ക്രിയാവിശേഷൻ എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. സർവനാം നമുക്കറിയാം പ്രൊനൗൺ ആണ്. പ്രവിശേഷൻ എന്ന് പറയുന്നത് പ്രീ അഡ്ജക്റ്റീവ് ആണ്. വിശേഷൻ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ അത് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം വരുന്നത് സി ആണ്. അത് 3 പേരാണ് ആ സി എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തത്. ബാക്കി മിക്ക ആളുകളും ക്രിയാവിശേഷനും വിശേഷണുമാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, ഇതില് നോക്കുക നിങ്ങള്, രാം ബഹുത് തേജ് ദൗഡ്താ ഹൈ അല്ലെ. ഇതിലിപ്പോ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോർമലി നമ്മൾ വിശേഷണം എന്നാണ് ഈ പറയുന്ന ബഹുത്തിനെയും തേജിനെയും ഒക്കെ പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോ ബഹുത്ത് എന്നത് ഒരു വിശേഷണമാണ്, തേജ് എന്നത് വിശേഷണം. അപ്പൊ 2 വിശേഷണം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്ത് സാധനമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ ആയില്ല എന്നാണ് സീനത്ത് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് എനിക്ക് അറിയില്ല, കാരണം ബാക്കിയുള്ളവർക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മേ ബി അടുത്ത ഇതിൽ ശരിയാകുമായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോ രാം ബഹുത് തേജ് ദൗഡ്താ ഹൈ അല്ലെ, ഇസ് വാക്യമേ ബഹുത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? വളരെ വേഗത്തിൽ ഓടുന്നു. രാം വളരെ വേഗത്തിൽ അല്ലെ. വേഗത്തിൽ എന്നത് ഒരു വിശേഷനാണ്, വളരെ എന്നത് മറ്റൊരു വിശേഷനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 2 വിശേഷണുണ്ട് അല്ലെ. ഒരു വിശേഷന് മുമ്പ് മറ്റൊരു വിശേഷണ അല്ലെ. അതായത് വേഗത്തിൽ എന്നതിനെ വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലെ. അതായത് വളരെ വേഗത്തിൽ. അപ്പൊ ബഹുത് തേജ് എന്നത് എന്താണ്? ഈ ബഹുത്ത് എന്നത് എന്താണ്? തേജ് എന്ന വിശേഷണിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രവിശേഷൻ എന്ന് പറയുന്നു. അപ്പോ പ്രീ അഡ്ജക്റ്റീവ്, ഒരു വിശേഷണിനെ വീണ്ടും വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രവിശേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുത് എന്ന വാക്ക് എന്താണ്? പ്രവിശേഷൻ. ഓക്കെ, സീനത്ത് ഇപ്പൊ ഓക്കെ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ബഹുത് എന്ന വാക്ക് എന്താണ്? പ്രവിശേഷൻ എന്നതാണ് യൂസ് ചെയ്യുന്നത്. ഇനി തേജ് എന്നത് എന്താണ്? തേജ് എന്ന വാക്ക് എന്തായിട്ട് വരും? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. തേജ് എന്നത് എന്തായിട്ട് വരും? ജുലൈഹ വിശേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നോക്കാം. വിശേഷൻ എന്ന് അഞ്ജലിയും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വിശേഷ്യ, സീനത്ത് വിശേഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വിശേഷണം ക്രിയാവിശേഷണം എന്ന് മഞ്ജു നായർ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ക്രിയാവിശേഷണമാണത്. കാരണം ദൗഡ്താഹ എന്നത് ക്രിയയാണ്. അപ്പൊ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ക്രിയാവിശേഷണം. അപ്പൊ തേജ് ദൗഡ്താഹ എന്ന് പറയുമ്പോൾ എന്താണ് അത്? ക്രിയാവിശേഷണമാണ്. അതായത് തേജ് എന്ന വാക്ക് ക്രിയാവിശേഷണ അല്ലെ, ഇവിടെ ഓടുന്നതിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ത്? ബഹുത് തേജ് ദൗഡ്താഹ. അപ്പൊ തേജ് എന്നത് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് എന്തായി മാറുന്നു? ക്രിയാവിശേഷണമായി മാറുന്നു. ഇനി ഇവിടെ ആക്ച്വലി വിശേഷൻ എന്നത് ഇല്ല. അപ്പൊ ബഹുത്ത് എന്നത് പ്രവിശേഷണം, തേജ് എന്നത് എന്താണ്? ക്രിയാവിശേഷണമാണ്. അപ്പൊ ക്രിയാവിശേഷണം വളരെ സിമ്പിൾ ആണ്. എന്താണ്? ക്രിയക്ക് മുന്നിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് ക്രിയാവിശേഷണം. ഈ വിശേഷം എന്താണ് ആക്ച്വലി? സുന്ദർ ആദ്മി. ഇവിടെയാണെങ്കിൽ സുന്ദർ എന്നത് എന്താണ്? വിശേഷനാണ്. ആദ്മി എന്ന വാക്ക് വിശേഷ്യമാണ്. അത് ഏതൊരു വാക്കിനെയാണോ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശേഷം എന്ന് പറയുന്നത്. അച്ഛ ലടുക്ക, അവിടെ എന്താണ്? അച്ഛ എന്നത് വിശേഷണാണ്, ലടുക്ക എന്നത് വിശേഷ്യമാണ്. ഓക്കെ, ഇനിയും ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ ക്രിയാവിശേഷന്റെ കാര്യം പറയുമ്പോൾ തേജ് ദൗഡ്താഹെ, അതിൽ തേജ് എന്താണ്? ക്രിയാവിശേഷനാണ്. അതുപോലെ ധീരെ ബോലോ, ധീരെ ബോലോ എന്നാണെങ്കിൽ അതില് ധീരെ എന്നത് ക്രിയാവിശേഷണമാണ്. അതായത് ബോലോ, പറയൂ എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ധീരെ. ഇനി യഹ ആവോ, ഇവിടെ വരിക, ഇവിടെ യഹ എന്നത് എന്താണ്? ക്രിയാവിശേഷനാണ്. അതായത് ഇവിടെ വരിക, ഇവിടെ വരിക, വരിക എന്ന ക്രിയയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇനി നോർമലി നമ്മൾ വിശേഷൻ പറയുമ്പോൾ അച്ഛ ലടുക്ക, ലാൽ ഗുലാബ്, ചുവന്ന എന്താ റോസാപ്പൂ, ദുഗുന പ്രയത്നം, ഇരട്ടി എന്താണ്? പ്രയത്നം. അപ്പൊ ഇവിടെ ദുഗുന എന്നതും അച്ഛ എന്നതും ലാൽ എന്നതും എന്താണ്? വിശേഷനാണ്. ഇനി പ്രവിശേഷന്റെ കാര്യം പറയുമ്പോൾ വ അത്യന്ത് സുന്ദർ ഹെ, വ അത്യന്ത് സുന്ദർ ഹെ, ഇവിടെ എന്താണ്? അത്യന്ത് എന്ന വാക്ക് എന്താണ്? പ്രവിശേഷനാണ് അല്ലെ. കാരണം സുന്ദർ എന്നതിനെ വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോ അതെന്താണ്? അത്യന്ത് പ്രവിശേഷനാണ്. ഇനി ദൂത് ബിൽക്കുൽ സഫേദ് ഹെ, പാല് എന്താണ്? നല്ല എന്താണ്? ക്ലിയർ ആണ് അല്ലെ. അപ്പൊ സഫേദ് എന്നത് ഓൾറെഡി ഒരു വിശേഷനാണ്. പക്ഷേ ആ സഫേദ് എന്ന വാക്കിനെ വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? ബിൽക്കുൽ, അതെന്തായി മാറി? പ്രവിശേഷനായി മാറി. പിന്നെ യേ കഹാനി ബഹുത് അച്ചി ഹെ, ബഹുത് എന്നത് എന്താണ്? ഇവിടെ പ്രവിശേഷനാണ്. കാരണം ഓൾറെഡി അച്ചി ഹെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ചി എന്നത് വിശേഷനാണ്. ഈ വിശേഷണിനെ വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബഹുത്ത് എന്നത് എന്തായി മാറി? പ്രവിശേഷനായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ തമ്പ് ഇടാം, ഓക്കെ ആണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെയാണ് അഞ്ജലിക്ക്? ഓക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ വിശേഷൻ നോക്കി, ക്രിയാവിശേഷം നോക്കി, പ്രവിശേഷം നോക്കി, വിശേഷ് എന്താണെന്നും നോക്കി. ഓക്കെ, നമുക്കിനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. भीम ने दुशासन को मारकर आनंद मनाया. इस वाक्य में मारकर क्रिया का कौन सा रूप है? നിങ്ങൾ എപ്പോഴും ചോദ്യം വായിക്കുക, പിന്നീട് ഓപ്ഷൻസ് നോക്കിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തുക. അപ്പൊ ചോദ്യം എന്താണ്? ഒരു സെന്റൻസ് തന്നിരിക്കുകയാണ്. ഭീംനെ ദുശാസൻ കോ മാർക്കർ ആനന്ദ് മനായ. ഈ വാക്യത്തിൽ എന്താണ്? ഈ സെന്റൻസിൽ മാർക്കർ എന്നത് ക്രിയയുടെ ഏത് രൂപമാണെന്നാണ് ചോദ്യം. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. എന്താണ്? പ്രേരണാർത്ഥ ക്രിയ, പൂർവകാലിക് ക്രിയ, സംയുക്ത് ക്രിയ, സഹായക്രിയ. അപ്പൊ ഈ നാലെണ്ണത്തില് ഈ മാർക്കർ എന്നത് എന്താണ് എന്നുള്ളതാണ്. പെൻമാർക്കർ ഒന്നും അല്ല, മാർക്കർ അല്ലെ, കൊന്നുകൊണ്ട് അല്ലെ. മലയാളത്തിൽ പറയുമ്പോ എന്താ? ഭീമൻ ദുശാസനെ കൊന്നുകൊണ്ട് ആനന്ദത്തിൽ ആറാടി അല്ലെ, ആനന്ദിച്ചു. ആനന്ദിച്ചു എന്നാണ്, ആനന്ദാഘോഷിച്ചു. മനായ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക എന്നാണല്ലോ. സെലിബ്രേറ്റഡ് അല്ലെ, ഭീം സെലിബ്രേറ്റഡ് അല്ലെ. അപ്പോ ബി അല്ലെ, പൂർവാലി ക്രിയ എന്നാണ് അഞ്ജലി പറയുന്നത്. ഓക്കെ, സംഗീത ബി ആണ്. എ ആര് പറഞ്ഞു? ഷംന.
യുലൈഹ ബി പിന്നെ രജനി എ അല്ലെ. അപ്പൊ രണ്ടെണ്ണമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രേരണാർത്ഥ ക്രിയയാണോ പൂർവാലിക് ക്രിയയാണോ എന്നുള്ളതാണ്. എ വീണ്ടും വന്നിരിക്കുന്നു പ്രേരണാർത്ഥ ക്രിയ അല്ലെ. മഞ്ജു നായരും എ ആണ് തന്നത്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. സിന്ധു എ ആണ് തന്നത്. ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരം വരുന്നത് പൂർവാലിക് ക്രിയയാണ് കേട്ടോ. പൂർവകാലിക് ക്രിയ അല്ലെ. ഈ പൂർവകാലിക് ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അതായത് നമ്മളിപ്പോ ഈ സെന്റൻസിൽ എന്താണ് മാർക്കർ ആനന്ദ് മനായ. ഈ ആനന്ദ് മനാന എന്നതൊരു ക്രിയയാണ് അല്ലെ. അപ്പൊ അതിന് മുന്നിലാണ് എന്ത് മാർന എന്ന ക്രിയ വന്നിരിക്കുന്നത്. അപ്പോ ഏതൊരു ക്രിയയാണോ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്, അപ്പോ ഒരു ക്രിയ കഴിഞ്ഞിട്ടാണ് മറ്റൊരു ക്രിയ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ മാർക്കർ കൊന്നുകൊണ്ട് ആനന്ദിച്ചു അല്ലെ. അപ്പൊ കൊന്നുകൊണ്ട് എന്നുള്ളത് എന്താണ്? ഒരു ക്രിയയാണ്. ആ ക്രിയക്ക് ശേഷമാണ് മറ്റൊരു ക്രിയയിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൂർവകാലിക് ക്രിയ എന്ന് വിളിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഒന്നുകിൽ ഈ പറയുന്ന ക്രിയയുടെ കൂടെ കർ എന്നോ അല്ലെങ്കിൽ കർക്കെ എന്നോ വരും. അതായത് മാർക്കർ, ജാക്കർ, നഹാക്കർ, ഖാക്കർ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണ്? അതെല്ലാം പൂർവകാലിക് ക്രിയയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ്, ഇവിടെ മാർക്കർ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് പൂർവകാലിക് ക്രിയയാണെന്ന് മനസ്സിലായി. അപ്പോ എന്താണ്? ഞാൻ ഉദാഹരണം പറഞ്ഞു, മാർക്കർ, ഖാക്കർ അല്ലെ. മാർക്കർ ആനന്ദമനായ, ഖാക്കർ സോഗയ. സോഗയ എന്നൊരു ക്രിയയാണ്. എന്താണ്? കഴിച്ച് ഉറങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ ജാക്കർ, ജാക്കർ പോയിക്കൊണ്ട്. പിന്നെ നഹാക്കർ കുളിച്ചുകൊണ്ട്. അതായത് എല്ലാത്തിൻ്റെയും കൂടെ ഈ പറയുന്ന കറോ അല്ലെങ്കിൽ കർക്കയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? ഇത് പൂർവകാല ക്രിയയാണെന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത് എന്താണ്? പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? പഠന, പഠാന, പഠുവാന. ഈ ഒരു കോലത്തിൽ വരുന്ന ക്രിയകളെന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രേരണാർത്ഥ, അതെ, കർവായ അല്ലെ. കർണ, കരാന, കർവായ. ഇതാണ് എന്ത്? കർണയുടെ. പിന്നെന്താണ്? ഖാന, ഖിലാന, ഖിലുവാന. പിന്നെ എന്താ വരുന്നത്? അതുപോലെ ബന്ന, ബനാന, ബനുവാന അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്നത് എല്ലാം എന്താണ്? പ്രേരണാർത്ഥ ക്രിയയാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അത് രണ്ടും മാറിപ്പോവരുത്. അപ്പൊ ഈ രണ്ടെണ്ണത്തിലാണ് നിങ്ങൾ പലരും ഓപ്ഷൻസ് വന്നത് പെട്ടെന്ന്. അപ്പൊ ഈ പൂർവകാല ക്രിയ എന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ്? ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ഈ കർക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? അത് പൂർവകാല ക്രിയയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എഴുതുക. എന്താണ്? പൂർവകാല ക്രിയയാണെന്ന് എഴുതാം. ഇനി സംയുക്ത ക്രിയ എന്താണ്? സംയുക്ത ക്രിയ എന്ന് പറയുമ്പോൾ ഉദാഹരണം വരുന്നത് ഖാലിയ അല്ലെ. കഴിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ രണ്ട് ക്രിയയുണ്ട്, ഖാന പിന്നെ ലിയ എന്നതാണ്. അത് രണ്ട് ക്രിയ കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് സംയുക്ത ക്രിയയാണ്. ഖാലിയ. പിന്നെന്താണ്? പഠന ചാഹിയെ. ഇവിടെയും രണ്ട് ക്രിയയുണ്ട്. ചാഹ്ന ആഗ്രഹിക്കുക, അതായത് പഠിക്കേണ്ടതുണ്ട്. പഠന ചായ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പഠന ചാത്താഹും അല്ലെ. പഠന എന്നത് ക്രിയയാണ്. ചാത്താഹും അതും ഒരു ക്രിയയാണ്. ഇങ്ങനെ രണ്ട് ക്രിയ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ലിഖിരഹാഹെ. അപ്പൊ അവിടെയും എന്താണ്? ലിഖന, ലിഖിരഹാഹെ എന്താണ്? എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ലിഖന എന്നത് ഒരു ക്രിയയാണ്, എഴുതുന്നു. പിന്നെ രഹാഹെ കൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂറ്റിയെ കാണിക്കുന്നതാണ് രഹാഹെ. അപ്പൊ അതും ഒരു ക്രിയയാണ്. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരർത്ഥം എന്താണ് വരുന്നത് അല്ലെ? എന്താണ്? എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നൊരു അർത്ഥത്തിലേക്ക് എത്തുന്നു. രണ്ട് ക്രിയകളാണ് വരുന്നതെങ്കിലും ഒരേ അർത്ഥമാണ് വരുന്നത്. ഇങ്ങനെ ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സംയുക്ത ക്രിയ എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് സഹായക്രിയ? സഹായക്രിയ എന്താണ്? നമുക്കറിയാം സഹായക്രിയ എന്ന് പറയുന്നത് സക്ന അല്ലെ. അതായത് അതിനെ എന്താണ്? ഹെൽപ്പ് ചെയ്യുന്ന ക്രിയകൾ. മേനെ, കർച്ചുക്ക, സക്ക, ഹോ സക്ത ഹെ. ഇതെല്ലാം എന്താണ്? സഹായക്രിയയില് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 4 ക്രിയകൾ മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുവാണ്. ഇപ്പൊ തന്നെ സമയം കുറച്ച് പോയി അല്ലെ. കാരണം ഗ്രാമർ എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പോയാലാണ് നിങ്ങൾക്ക് ഗുണമുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സമയമെടുത്ത് പറഞ്ഞത്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുവാണ്.
शायद कल वर्षा होगी ये वाक्य काल के किस भेद को दर्शाता है? അപ്പോ ടെൻസ് നിങ്ങൾക്കറിയാം, വർത്തമാനുണ്ട്, ഭൂത്കാലുണ്ട്, ഭവിഷ്യത്കാലുണ്ട്. ഈ തന്നിരിക്കുന്ന സാധനം ഏത് കാലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻസിൽ നിന്ന് വേണം എടുത്ത് എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ഞാൻ തരാം. സാമാന്യ ഭവിഷ്യത് കാൽ, ഹേതു ഹേതുമത് ഭവിഷ്യത് കാൽ, ആസൻ ഭൂത്കാൽ, സംഭാവ്യ ഭവിഷ്യത് കാൽ. ഇതിൽ ഏതിലാണ് ഈ പറയുന്ന ഷായത് കൽ വർഷ ഹോഗി വരുന്നത്? ഓക്കെ, ആരാണ്? അഞ്ജലി ഡി. ഹേതു ഹേതുമത്ത് അല്ല, ഡി പറഞ്ഞത് ആരാണ്? അല്ല, ഷംന ബി പറഞ്ഞു. ഹേതു ഹേതുമത്ത് ഷംന പറഞ്ഞു. പിന്നെ എന്താണ്? അതുപോലെ സീനത്ത് ഡി പറഞ്ഞിട്ടുണ്ട്, സംഭാവ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഞ്ജലി ഹേതു ഹേതുമത്ത്, സംഗീത ഡി പറഞ്ഞിട്ടുണ്ട്. ഡി ബി, ബിയും ഡിയും ആണ് നിലവിലുള്ളത്. ഓക്കെ, ഡി ആണ് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ശരിയാവണമെന്നൊന്നുമില്ല. നേരത്തെ എല്ലാവരുടെയും തെറ്റിപ്പോയ സാഹചര്യവും ഉണ്ടായിരുന്നു. നോക്കാം, ഡി ആണ് ശരി ഉത്തരം. പക്ഷേ യു ആർ കറക്റ്റ് അല്ലെ? സംഭാവ്യ ഭവിഷ്യത് കാൽ എന്താണ്? സാധ്യത. ഭവിഷ്യത് കാൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സാധ്യതയാണ്, സംഭാവനയാണ്, സാധ്യതയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഷായത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ മേ ബി, വിൽ ബി എന്താണ്? റെയിൻ അല്ലെ? വർഷ ഹോഗി, ചിലപ്പോ എന്താണ്? നാളെ ഉണ്ടായേക്കാം എന്നാണ്, ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ ഒരു ടോൺ വരുമ്പോഴാണ് എന്ത് ഈ പറയുന്ന സംഭാവ്യ ഭവിഷ്യത് കാൽ വരുന്നത്. ഏകദേശം മെയിനായിട്ട് രണ്ടെണ്ണമാണ് ഉള്ളത്. പക്ഷെ ഹേതു ഹേതുമത് ഭവിഷ്യത് കാലിന്റെ പ്രത്യേകത എന്തെയാണ്? ഭൂതകാലിൽ നമ്മൾ ഹേതു ഹേതുമത് പഠിക്കുന്നുണ്ട്. അപ്പോ ഹേതു ഹേതുമത് ഭവിഷ്യത് കാല് കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താണ്? അഗർ തും അച്ഛാ പഠേഗ തോ തുമേ അച്ഛ അങ്ക് മിലേഗ. നീ നന്നായി പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങാം. അത് ഭൂതകാലം എങ്ങനെയാണ്? അഗർ തും അച്ഛേ സെ പഠിത്തേ തോ തുജേ അച്ഛ അങ്ക് മിൽത്താ അല്ലെ? അതായത് നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടിയേനെ. അപ്പൊ അതിനെ ഭവിഷ്യത് കാലിലാക്കുന്നതാണ്. നിനക്ക് നന്നായി പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ടൈപ്പ് സാധനമാണ് എന്ത്? ഹേതു ഹേതുമത് ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇനി സാമാന്യ ഭവിഷ്യത് കാൽ എന്ന് പറയുന്നതോ, വഹ് ആയേഗ, വഹ് ജായേഗ, വഹ് ഖാന ഖായേഗ. ഈ ഒരു കോലത്തിൽ വരുന്നതാണ് എന്ത്? ഈ പറയുന്ന സാമാന്യ ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത്. ബേട്ടാക്കൽ ആയേഗ, അതിനെ നമ്മൾ സംഭാവിലേക്ക് ആക്കുമ്പോൾ ഷായത് ബേട്ടാക്കൽ ആയേ അല്ലെങ്കിൽ ആയേഗ. പിന്നെ കൽ അമൻ പരീക്ഷ ലിഖേഗ, അത് സാമാന്യ ഭവിഷ്യത് കാലാണ്. അതിനെ നമ്മൾ സംഭാവിലേക്ക് ആക്കുമ്പോൾ അമൻ പരീക്ഷ ലിഖേ, ഷായത് അമൻ പരീക്ഷ ലിഖേ. മോസ്റ്റ് പ്രോബബിളി എന്താണ്? ഷായത് എന്നത് എപ്പോഴും സംഭാവ്യ ഭവിഷ്യത് കാലിന്റെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ എന്താണ്? ഖായെ ജായെ എന്ന രീതിയിൽ എൻഡ് ചെയ്യുന്നതാണ് സംഭാവ്യ ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത്. സാമാന്യ ഭവിഷ്യത് കാൽ എപ്പോഴും എന്താണ്? വർഷ ആ ജായേഗ, വ ജായേഗ, വ ഖാന ഖായേഗ, വ സോ ജായേഗ. ഈ ഒരു കോലത്തിൽ വരുന്നതെല്ലാം എന്താണ്? സാമാന്യ ഭവിഷ്യത് കാലാണ്. പിന്നെ ആസന്ന ഭൂതകാലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഹാപ്പൻ എന്ന അർത്ഥത്തിലാണ്. എന്താണ്? വഹ് ആയാ ഹേ, വഹ് ഖായാ ഹേ, അങ്ങനെ ഹേ വരുന്നതാണ്. അതായത് ആയ, അങ്ങനെയുള്ള എന്താണ് ബേസിക് സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂടെ ഹേ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? ആസന്ന ഭൂതകാലായി. എന്താണ് കമന്റ്? നോക്കട്ടെ കേട്ടോ. ഈ സംഭാവ്യ ഭവിഷ്യത്തിൽ ജായക ജായകിൽ ഉണ്ടാവില്ല. അതിൽ ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ. ഈ ചോദ്യത്തിൽ അങ്ങനെ വന്നു എന്ന് മാത്രം. അതായത് ഖായെ, ജായെ, മിലെ, ഇങ്ങനെയാണ് സംഭാവ്യ ഭവിഷ്യത് കാലില് മോസ്റ്റ് കൂടുതലും എൻഡ് ചെയ്യുന്നത്. ശ്രീലക്ഷ്മി ചോദിച്ചത് പറഞ്ഞ കാര്യം ശരിയാണ്. എന്താണ്? ജായെ, ഖായെ, ഈ രീതിയിലാണ്
ഈ പറയുന്ന സംഭാവ്യ ഭവിഷ്യത് കാല് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുവാണ്. 7ാമത്തെ ചോദ്യം ഇതാണ്. ജിസ് ക്രിയാ കാ ഫൽ കർമ്മ പർ പഡ്താ ഹെ ഉസേ ക്യാ കഹത്തെ ഹെ. അല്ലെ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ആ ഒരു എന്താണ് ഫലം, ആ ഒരു പരിണതം ഒബ്ജക്റ്റിലാണ് പതിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിങ്ങൾക്കറിയാവുന്ന ഒരു സാധനം തന്നെയാണ് അല്ലെ, എന്നാലും ഞാൻ ഓപ്ഷൻസ് തരാം. എന്താണ്? സകർമ്മക്രിയ, അകർമ്മക്രിയ, നാംധാതുക്രിയ, ദ്വികർമ്മക്രിയ. ഈ 4എണ്ണത്തില് ഏതാണ് സകർമ്മ എന്നാര് പറഞ്ഞിരിക്കുന്നു? സീനത്ത് പറഞ്ഞിരിക്കുന്നു. എ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജുനൈഹയും എ എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തു. രജനി, സംഗീത എ മാർക്ക് ചെയ്തിരിക്കുന്നു. അഞ്ജലിയും എ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശ്രീലക്ഷ്മി, നജിയ, പിന്നെ സിന്ധു, ഇവരെല്ലാവരും എ ആണ്. ഓക്കെ, അപ്പൊ സകർമ്മക്രിയ ശരിയായ ഉത്തരമാണ്. സകർമ്മക്രിയ അതായത് കർമ്മത്തോടു കൂടി, അത് എന്താണ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അതായത് ജിസ് ക്രിയാ കാ ഫൽ, അത് അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് അല്ലെ, സകർമ്മക്ക് എന്നതിന്റെ. അപ്പൊ ക്രിയയുടെ ഫലം കർമ്മത്തിലാണ് പതിക്കുന്നതെങ്കിൽ, അതായത് ഒബ്ജക്റ്റിലാണ് പതിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സകർമ്മക്ക് എന്ന് പറയുന്നു അല്ലെ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ രാം ഫൽ ഖാത്ത ഹെ അല്ലെ, സകർമ്മ ക്രിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചോദിക്കുന്നു? ക്രിയയോട് എന്താണ് ക്യാ എന്നോ അല്ലെങ്കിൽ കിസ്കോ എന്നോ ചോദിക്കും. അതിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ അതെന്താണ്? സകർമ്മക്രിയയാണ്. അതായത് ഇപ്പോ ഉദാഹരണത്തിന് രാം ഫൽ ഖാത്ത ഹെ അല്ലെ, രാമൻ ഫലം കഴിക്കുന്നു. അപ്പോ ക്യാ ഖാത്ത ഹെ? ഫൽ ഖാത്ത ഹെ അല്ലെ, അതിന് ഉത്തരം കിട്ടുന്നു. ഇനി രാഹുൽ കിതാബ് പഠിത്താ ഹെ, ക്യാ പഠിത്താ ഹെ? കിതാബ് പഠിത്താ ഹെ. അപ്പൊ അതിനും എന്താണ് ഉത്തരം കിട്ടുന്നു. ഇനി വികാസ് പാനി പീത്താ ഹെ, ക്യാ പീത്താ ഹെ? പാനി പീത്താ ഹെ. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന ഉത്തരം കിട്ടി അല്ലെ. അപ്പോ ഈ പറയുന്ന ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെങ്കിൽ അതിനെല്ലാം എന്താണ് സകർമ്മക്രിയയാണ്. അപ്പൊ അകർമ്മക്രിയയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഉത്തരം കിട്ടുന്നില്ല അല്ലെ. അതായത് ഉദാഹരണം പറഞ്ഞാൽ ബച്ചേ സോത്തേ ഹെ, ക്യാ സോത്തേ ഹെ. അപ്പൊ ഇവിടെ എന്താണ് ഫലം എവിടെയാണ് പതിക്കുന്നത്? സബ്ജക്റ്റ്, കർത്താവ്, കർത്തയിലാണ് എന്ത് പഠിക്കുന്നത്. അതായത് ബച്ചേ, കുട്ടികൾ ഉറങ്ങുന്നു. അപ്പൊ അവിടെ എന്താണ്? നേരെ ഉറങ്ങുന്നു. കുട്ടികൾ എന്നതിലാണ് അതിന്റെ ഫലം വരുന്നത് അല്ലെ. ഉറങ്ങുന്നു എന്ന ഫലം വരുന്നത് എവിടെയാണ്? സബ്ജക്റ്റിലാണ് വരുന്നത് അല്ലെ. ബച്ചേ സോത്തേ ഹെ, അപ്പൊ അത് അകർമ്മക്രിയയാണ്. സോന എന്നത്. അതുപോലെ പക്ഷി ഉടുത്തേഹേം, ക്യാ ഉടുത്തേഹേം എന്നല്ലല്ലോ അല്ലെ. എങ്ങനെ പറക്കുന്നു? പറക്കുന്നു, അങ്ങ് പറക്കുന്നു അല്ലെ. അപ്പോ പക്ഷി ഉടുത്തേഹേം, ഉടുന എന്നത് എന്തായി മാറുന്നു? അകർമ്മക്രിയയായിട്ട് മാറുന്നു. രമേശ് ദൗഡ്താഹെ, ക്യാ ദൗഡ്താഹെ എന്ന് ചോദിച്ചാൽ നടപടിയാവില്ലല്ലോ. അപ്പോ എന്താണ്? അതും അകർമ്മക്രിയയാണ്. ഇനി വ ഹസ്താഹെ, ക്യാ ഹസ്താഹെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോ എന്താണ്? അതും എന്താണ്? അകർമ്മ ക്രിയയാണ്. അപ്പൊ സകർമ്മക അകർമ്മക നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ഇപ്പൊ ക്രിയ തന്നിട്ട് ഇത് സകർമ്മകാണോ അകർമ്മകാണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്രിയയോട് ക്യാ എന്ന് ചോദിച്ചിട്ട് വ്യക്തമായ ലോജിക്കായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അത് അകർമ്മകം, അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മക്രിയയുമാണ്. ഇനി നമ്മൾ കണ്ടു നാം ധാതുക്രിയ. നാം ധാതുക്രിയ എന്ന് പറയുന്നത് എന്താണ്? സുന്ദര, സുന്ദരത, സുന്ദരതം. ആ, അപ്പോ അതെന്താണ്? അത് മറ്റേ ഇതാണ്, വിശേഷന്റെ ഉത്തമാവസ്ഥയും ഉത്തരാവസ്ഥയുമാണ്. വിശേഷന്റെ സുന്ദർ എന്താണ്? സുന്ദർദം, സുന്ദർദർ, സുന്ദർദം. വിശേഷന്റെ ഉത്തരാവസ്ഥയും ഉത്തമാവസ്ഥയുമാണ്. ഇപ്പോ സീനത്തത് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. വിശേഷന്റെ അത് കഴിഞ്ഞിട്ട് വന്നതാണോ? ഓക്കെ. അപ്പോ നാം ധാതുക്രിയ, നാം ധാതുക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംജ്ഞയോ സർവനാമോ വിശേഷണോ. ഇപ്പൊ ഈ പറയുന്ന വാക്കുകളുടെ അവസാനത്തിൽ എന്താണ് നമ്മൾ ഇത് ചെറിയ ചേഞ്ച് വരുത്തുമ്പോഴാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? നാം ധാതുക്രിയ കിട്ടുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്താണ്? ഇപ്പോ ഹത്തിയാന, തട്ടിയെടുക്കുക. അപ്പൊ ഹാത്ത് എന്ന സംജ്ഞ നിന്നും എന്താണ്? ഹത്തിയാന എന്ന വാക്ക് കിട്ടുന്നു. പിന്നെ ബാത്ത് എന്ന ഇതിൽ നിന്ന് ബത്തിയാന, അങ്ങനെ ഒരു ക്രിയ കിട്ടുന്നു. പിന്നെ ശരം എന്ന ഇതിൽ നിന്നും ഷർമാന എന്ന ഇത് കിട്ടുന്നു. അപ്ന എന്ന നിന്ന് അപ്നാന എന്ന് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്രിയകളാണ് നമ്മൾ എന്ത് നാം ധാതു ക്രിയ എന്ന് വിളിക്കുന്നത്.
ഇനി നാലാമത്തെ ഒരു ഓപ്ഷനാണ് ദ്വികർമ്മക്രിയ. ദ്വികർമ്മക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വികർമ്മക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാകും. ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാകുന്നതിനാണ് ദ്വികർമ്മക്രിയ എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നഴ്സ് രോഗിക്കോ ദവാ പിലാത്തി. ഇവിടെ നോക്കുക, നഴ്സ് രോഗിക്കോ അല്ലെ, അപ്പൊ രോഗി ഒരു കർമായി, പിന്നെ ദവ എന്നത് എന്താണ്? രണ്ടാമത്തെ കർമായി, പിലാന ക്രിയയാണ്. അപ്പോ ശരിക്കും എന്താണ്? നഴ്സ് എന്താണ്? ദവാ പിലാത്തി ഹെ എന്ന് പറയാം. അപ്പൊ ഇവിടെ ആർക്കാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ ഒരു ഇതായിട്ട് പോകുന്നു. അതേസമയം നഴ്സ് രോഗിക്കോ ദവാ പിലാത്തി, അപ്പൊ എന്തായി മാറി? രോഗിക്ക് മരുന്ന് കൊടുക്കുന്നു. അപ്പൊ അവിടെ രോഗി ദവ രണ്ട് കർമ്മ വന്നിരിക്കുന്നു. പിന്നെ റോഹൻ പൗധോം കോ പാനി ദേ രഹാ ഹെ, ചെടി നനക്കുന്നു എന്നുള്ള ഉദ്ദേശം. അപ്പൊ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ പൗധേ പിന്നെ പാനി രണ്ട് കർമ്മ വന്നിരിക്കുന്നു, ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. അതെന്തായി മാറി? ദ്വികർമ്മകായിട്ട് മാറി. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം ഇതാണ്. वृक्ष से पत्ते गिरते हैं, इस वाक्य में से किस कारक की विभक्ति है? ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരാതെ തന്നെ പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. എന്താണ്? അബാദാൻ എന്ന് പറഞ്ഞിരിക്കുന്നു ആരാണ്? ജുനൈഹ, മഞ്ജു, സീനത്ത്, സൽമത്ത് ഒക്കെ അബാദാൻ പറഞ്ഞിരിക്കുന്നു. നോക്കാം. കരൺ, സമ്പ്രദാൻ, അധികരൺ, അബാദാൻ. അബാദാൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ശരി ഉത്തരം വരുന്നത് കറക്റ്റ് ആണ്. അബാദാൻ കാരകാണ് ശരിയായ ഉത്തരം വരുന്നത് അല്ലെ. കാരണം എന്താണ്? അൽഗാവ് സൂചിപ്പിക്കുന്നതാണ്. മരത്തിൽ നിന്നും പറയുന്ന ഇലകൾ പൊഴിയുന്നു, വീഴുന്നു പൊഴിയുന്നു എന്നർത്ഥത്തിൽ. അപ്പോ അതിനെ എന്താണ് നമ്മൾ അബാദാൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സേ എന്ന് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് കരൺ കാരകളുണ്ട് അല്ലെ. മേ കലം സെ ലിഖ്താഹും, അവിടെ എന്താണ്? അതൊരു എഴുതാൻ ഉപയോഗിക്കുന്ന മാർഗം എന്ന രീതിക്ക് കലം സെ പേന കൊണ്ട് എഴുതുന്നു. അപ്പൊ അത് എന്തായി മാറി? കരൺ കാരകായി മാറി. അബാദാൻ കാരക് എന്ന് പറയുമ്പോൾ എന്താണ്? വിട്ടുപോവുക, അല്ലെങ്കിൽ യഹാസേ വഹാത്തക് ജാന, ഇവിടുന്ന് അങ്ങോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതൊരു അൽഗാവാണ്. അതെ, സീനത്ത് പറഞ്ഞാൽ ശരിയാണ്. എന്താണ്? ഒന്നിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ അബാദാൻ എന്ന് പറയുന്നത്. അപ്പൊ യഹാസേ വഹാത്തക് ജാന, ദില്ലി സേ കേരള തക് ആന ഹെ മുജെ, ഇവിടെയൊക്കെ എന്താണ് ഈ പറയുന്ന സേ എന്നത് അബാദാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ സമ്പ്രദായം അറിയാം, കോ കെലിയമാണ് അല്ലെ. പിന്നെ അധികാരം എന്ന് പറയുമ്പോൾ മേം പറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യമാണ്. മുജ്സെ ചലാ നഹി ജാതാ യെ വാക്യ കിസ് വാച്യ കാ ഉദാഹരൺ ഹെ? ഇതും വിത്തൗട്ട് ഓപ്ഷൻസ് യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. ഓക്കെ, ദെൻ ഐ വിൽ ഗിവ് യു ഓപ്ഷൻസ്. എന്താണ്? കർത്തൃവാച്യ, കർമ്മവാച്യ, ഭാവാച്യ, ഇൻമേ സെ കോയി നഹി അല്ലെ. മുജ്സെ ചലാ നഹി ജാത്ത ഓപ്ഷൻ സി ഭാവാച്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? രജനി, സംഗീത, മഞ്ജു, ഓക്കെ, സീനത്ത്, സൽമത്ത്, അഞ്ജലി, ശ്രീലക്ഷ്മി. അപ്പൊ ഇത്രയും പേര് എന്ത് പറഞ്ഞിരിക്കുന്നു? ഭാവാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഭാവാച്ച് കണ്ടാൽ നമുക്കറിയാം, കർത്തൃവാച്ച് എന്ന് പറഞ്ഞാൽ മേ ഖാന ഖാത്താഹും, അത് നോർമലി കർത്തൃവാച്ചാണ്. കർമ്മവാച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? മുസ്സെ ഖാന എന്താണ്? ഖായ ജാത്താ ഹെ. ഭാവാച്ച് എന്ന് പറയുമ്പോൾ മുസ്സെ ഖാന നഹി ഹോഗ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ചലാ നഹി ജാത്ത, ഓൾമോസ്റ്റ് സെന്റൻസുകൾ നെഗറ്റീവ് ആണെങ്കിൽ നെഹി ചേർത്ത് പറയുന്ന സെന്റൻസുകളെല്ലാം എന്താണ്? ഭാവാച്ചാണ്. കാരണം അവിടെ എന്തില്ല? കർമ്മില്ല. മുജ്സെ ചലാ നഹി ജാത്ത, ഐ കാൻ ഡ്രൈവ് എന്നുള്ളതാണ്. പക്ഷെ എന്താ? എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന അർത്ഥമാണല്ലോ വരുന്നത്. അപ്പോ ചലാ നഹി ജാത്ത, മുജ്സെ നഹി ഓ പായേഗ, മുജ്സെ കാം നഹി ഓ പായേഗ, അങ്ങനെ നഹി ചേർത്ത് വരുന്ന ഒട്ടുമിക്ക സെന്റൻസുകളും എന്താണ്? ഭാവവാച്യാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. കർത്തൃവാച്യ, കർമ്മവാച്യം അറിയാം. പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹേം കർത്തൃവാച്യാണെങ്കിൽ അതിനെ നമ്മൾ കർമ്മവാച്യാക്കുമ്പോൾ പ്രേംചന്ദ് സെ കഹാനി ലിഹി ജാത്തി ഹെ. അപ്പൊ നിങ്ങൾ എപ്പോഴും ചില സമയത്ത് കർത്തൃവാച്ചിനെ കർമ്മവാച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ പറയുന്ന എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ടെൻസ് ശ്രദ്ധിക്കണം,
അതായത് ഇപ്പൊ പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹൈം അത് വർത്തമാൻ കാലാണ് അല്ലെ. അതുപോലെ നമ്മുടെ സജ്ഞയും ഒബ്ജക്റ്റും ശ്രദ്ധിക്കണം. കഹാനി എന്നത് സ്ത്രീലിംഗാണ് അല്ലെ. പ്രേംചന്ദ് കഹാനി ലിഖ്തേ ഹൈം. അപ്പോ നമ്മള് അത് കർമ്മവാച്യാക്കുമ്പോ പ്രേംചന്ദ് സേ കഹാനി, കഹാനി സ്ത്രീലിംഗ ആയതുകൊണ്ട് ലിഖി ജാത്തി ഹെ എന്ന് വരും. ഇനി ഇത് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രേംചന്ദിനെ കഹാനി ലിഖി, ഇത് പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് ആണ്. അതിന് നമ്മൾ എന്ത് കർമ്മവാച്ചിലാക്കുമ്പോൾ പ്രേംചന്ദ് സെ കഹാനി ലിഖി ഗയി, അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആക്കണം. അപ്പൊ എന്ത് ടെൻസ് ആണോ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ഭാവാചാണ് ട്ടോ ഉത്തരം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. 10ാമത്തെ ചോദ്യം ഇതാണ്. കാരക്ക് ഹിന്ദി മേ കിത്നെ മുഖ്യ പേത് മാനെ ജാത്തെ ഹെ? എളുപ്പമുള്ള ചോദ്യമാണ്, ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പറയാം. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ 8 ആണ്. ശരിയാണ്, ശരി ഉത്തരമാണ്, 8 ആണ്. ഓക്കെ, 8 കാരക ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. എന്താണ്? കർത്ത, കർമ്മ, കരൺ കാരക്, പിന്നെ എന്താണ്? സമ്പ്രദാൻ കാരക്, സംബന്ധ് കാരക്, പിന്നെ അപാദാൻ കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്. അപ്പൊ ഇത്ര 8 എണ്ണാണ് ഉള്ളത്. 8 കാരക ചിഹ്നങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം ഇതാണ്. ഹിന്ദി വർണ്ണമാലാമേ അ और ഇ क्रमशः किन स्थानों से उच्चारित होने वाले स्वर है? ഈ നമ്മൾ ഉച്ചാരണ സ്ഥിതിക്ക് അനുസാരം നോക്കുവാണ്. അ ഇ ഇത് ഏത് ഉച്ചാരിതാണ് എന്നാണ്. ആ സ്ഥാനങ്ങളുടെ പേരുണ്ടല്ലോ, അത് ഏതിൽ വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓപ്ഷൻസ് ഞാൻ തരാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ഠ്യ और താലവ്യ, ഓഷ്ഠ്യ और മൂർധന്യ, ദന്ത്യ और കണ്ഠ്യ, താലവ്യ और ഓഷ്ഠ്യ. അപ്പൊ ഇതെല്ലാം ഏത് ഇതിൽ വരുന്നു എന്നത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ അഞ്ജലി കണ്ഠ്യ എന്ന് പറഞ്ഞുകൊണ്ട്, രജനി എ ആണ്, കണ്ഠ്യ और താലവ്യ അതായത് ആ और ഇ, ആ കണ്ഠിൽ വരുന്നു, ഈ തലവിൽ വരുന്നു എന്ന രീതിയിലാണ് ഉത്തരം പറയാനായിട്ട് കഴിയുക. ഓക്കെ, എ എന്ന ഓപ്ഷനാണ് മിക്കവരും ഇട്ടിരിക്കുന്നത്. കറക്റ്റ് ആണ്. കണ്ഠ്യ और താലവ്യാണ് അല്ലെ. കണ്ഠ്യ എന്ന് പറയുമ്പോൾ എന്താണ്? അ ആ കണ്ഠിൽ വരുന്നു, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ക വർഗ് വരുന്നു, പിന്നെ ഹ, പിന്നെ വിസർഗ് വരുന്നു. അപ്പൊ എന്തെല്ലാമാണ്? കണ്ഠിൽ വരുമ്പോ അ ആ ആദ്യത്തെ 2 സ്വരാക്ഷരങ്ങൾ വരുന്നു, പിന്നെ ക വ്യഞ്ജനിലെ ക വർഗ് വരുന്നു, പിന്നെ ഹ വരുന്നു, പിന്നെ അഹ ഐ മീൻ വിസർഗ് വരുന്നു. താലവിലാണെങ്കിൽ എന്താണ്? ഈ എന്ന സ്വരങ്ങളാണ് വരുന്നത് താലവില്. ഈ പിന്നെ ചവർഗ്, ചവർഗ് എല്ലാം എന്തിൽ വരുന്നു? തലവിൽ വരുന്നു. പിന്നെ എന്താണ്? അങ്ങനെയാണ്. പിന്നെ എന്താണ്? യായും ഷായും വരുന്നുണ്ട് കൂട്ടത്തിൽ. യായും ഷായും എന്തിൽ വരുന്നു? തലവില് വരുന്നു. പിന്നെ ഓഷ്ട്രിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഷ്ട്രില് എന്താണ്? അടുത്ത അടുത്ത സ്വരങ്ങളായ ഉ വരുന്നു, പിന്നീട് പാവർഗ് വരുന്നു, പിന്നെ എന്താണ്? അതെ, പാവർഗ് വരുന്നു. പിന്നെ നമ്മൾ കണ്ടു മൂർധന്യം. മൂർധന്യം എന്ന് പറയുമ്പോൾ അടുത്തത് ഈ ഉ കഴിഞ്ഞു, പിന്നെ എന്താ വരുന്നത്? എറോ അല്ലെ, എറോ, എറോ. പിന്നെ കൂട്ടത്തിൽ ടാവർഗ് വരുന്നു. പിന്നെ രായും ഷായും എന്തിൽ വരുന്നു? മൂർധനില് വരുന്നു. പിന്നെ ദന്ത്യ और കണ്ഠി, കണ്ഠി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദന്തില് വരുന്നത് എന്താണ്? താവർഗാണ് വരുന്നത്. ദന്തില് വരുന്നത് താവർഗാണ്. പിന്നെ ലായും സായും വരുന്നു. പിന്നെ താലവി നമ്മൾ നോക്കി, ഓഷ്ട്യം നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് കണ്ഠ്യ और താലവ്യാണ്. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഇതിലും ഉച്ചാരണ സ്ഥിതിസ് എന്തെല്ലാമാണ് വരുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ഭാഷാ കി ലഘുതം സാർത്ഥക് ഇക്കായി കിസെ മാനാ ജാത്താ ഹെ? അപ്പൊ ഈ ഒരു ചോദ്യം എപ്പോഴും മാറി മാറി വരാറുണ്ട്. സാർത്ഥക് ഇക്കായി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിശ്ചയ ദിയേ ഗയേ വികൽപോം സെ, ഓപ്ഷനിൽ നിന്നും എന്താണ് ഈ സബ്സെ ചോട്ടി ഇക്കായി ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഓപ്ഷൻസ് തരാം, എന്നാലാണ് ഇതിന് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾക്ക് കഴിയുള്ളൂ. അപ്പൊ ധ്വനി, വർണ്ണ, വാക്യ, രൂപ്യം. ഇതിൽ നിങ്ങൾ നോക്കുക, സാർത്ഥക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതെന്ന് നിങ്ങൾ എഴുതാം. ലഘുത്തം ഇക്കായി എന്നല്ല, ലഘുത്തം സാർത്ഥക് ഇക്കായി എന്ന ഒരു ഇത് കൂടിയുണ്ട്. ലഘുത്തം ഇക്കായി എന്നാണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം, അതിലും ചെറുതുണ്ടല്ലോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3 പേര് 4 പേര് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. രൂപ്യം ഒരാൾ പറഞ്ഞത്
ഓക്കെ, അപ്പോ എന്താണ് ബി എന്ന് പറഞ്ഞു, വർണ്ണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു സാർത്ഥക് ഇക്കായാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ രൂപിമാണ് ശരിയായ ഉത്തരം. സാർത്ഥക് മീനിങ് ഫുൾ ആയിട്ടുള്ളത്. അല്ലാതെ എന്താണ് ഭാഷാക്ക് ലഘുത്വം ഇക്കായ എന്ന് ചുമ്മാ അങ്ങ് ചോദിക്കുവാണെങ്കിൽ ധ്വനി ഉണ്ടെങ്കിൽ ധ്വനി നിങ്ങൾക്ക് എഴുതാം, സ്വനിമ ഉണ്ടെങ്കിൽ സ്വനിമ എഴുതാം. അപ്പൊ സ്വാർത്ഥക് ഇക്കായ ലഘുത്വം ഏറ്റവും ചെറിയ സാർത്ഥക് മീനിങ് ഫുൾ ആയിട്ട് തരുന്നത് രൂപിമാണെന്ന്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് എന്ത് ശരിയായ ഉത്തരം വരുന്നത്. ഇനി 13ാമത്തെ ഒരു ചോദ്യമാണ് അർത്ഥവിസ്താർ ക ഉദാഹരൺ കോൺസ ശബ്ദ ഹെ. അപ്പൊ അർത്ഥവിസ്താർ അല്ലെ, അർത്ഥവിസ്താറും ഉണ്ട് അർത്ഥസങ്കോചവും ഉണ്ട്. അപ്പൊ അതില് എന്താണ് 13ാമതായിട്ട് വരുന്നതാണ്. അപ്പൊ അതിന് ഞാൻ ഓപ്ഷൻസ് തരാം. അതിലേതാണ് അർത്ഥവിസ്താർ എന്ന് പറയുക. അപ്പോ പ്രവീൺ, പങ്കജ്, അസുർ, തേൽ, ഈ 4 വരുന്നത്. പ്രവീൺ, പങ്കജ്, അസുർ, തേൽ, ഈ 4 അർത്ഥവിസ്താറിന്റെ ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ, സംഗീത എ ആണ് പറഞ്ഞത്. അതുപോലെ സീനത്ത് സി, അസുർ എന്ന് പറഞ്ഞിരിക്കുന്നു. ബി എന്ന് പങ്കജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥവിസ്താർ എന്ന് പറയുമ്പോൾ എന്താണ് ആ അർത്ഥത്തിന് എന്താണ് പല അർത്ഥങ്ങൾ വരിക എന്ന അർത്ഥത്തിലാണ്. ഒരു വാക്കിന്റെ പല അർത്ഥത്തിലേക്ക് പോവുക, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥത്തിൽ നിന്നും വ്യതിച്ച് വരിക എന്നതാണ്. അപ്പൊ ഉത്തരം വരാൻ തേലാണ്. അതായത് തിൽസ് മേ മിൽജാന, ആ എന്ന അർത്ഥത്തില്. തേൽ എന്നത് എണ്ണ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ തിൽമേ മിൽജാന എന്ന അർത്ഥത്തിൽ അതിന്റെ അർത്ഥ വിസ്താർ ഹുവാ ഹെ. അപ്പോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്കിതിനെ കാണാവുന്നതാണ്. അപ്പൊ അർത്ഥവിസ്താർക്ക ഉദാഹരൺ കോൺസാ ശബ്ദ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു വാക്കിന്റെ പല അർത്ഥത്തിലേക്ക് നമ്മൾ എടുത്ത് നോക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്തായാലും നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് യദി വഹ് പരിശ്രം കർത്താ तो उत्तीर्ण हो जाता ये किस प्रकार का वाक्य है. അതായത് അവൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ എന്താണ് നല്ല മാർക്ക് വാങ്ങാമായിരുന്നു. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള വാക്യാണെന്നാണ്. അപ്പൊ വാക്യ സെന്റൻസിന്റെ കാര്യത്തില് നമ്മൾ പല ടൈപ്പ് സെന്റൻസുകൾ ഉണ്ട്. അപ്പൊ അതില് ഏത് സെന്റൻസ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് ഞാൻ തരാം. വിധിവാചക്, എന്താണ് ആജ്ഞാവാചക്, സംഗീത് വാചക്. ഇവിടെ മഞ്ജു നായർ മിശ്ര വാക്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ടു കഴിയുമ്പോൾ മിശ്ര വാക്യാണെന്നൊക്കെ തോന്നുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓപ്ഷൻസ് നോക്കുക. കാരണം പല രീതിയിൽ വാക്യക്ക് ഭേദിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വിധിവാചക്, ആജ്ഞാവാചക്, സംഗീത് വാചക്, വിസ്മയവാചക്. അപ്പൊ ഈ 4 വരുന്നത് ഏത് എന്നതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ യദി വഹ് പരിശ്രം കർത്ത തോ ഉത്തീർണ ഹോ ജാത്ത. അപ്പൊ ഇത് എന്ത് തരം സെന്റൻസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, എന്താണ് എ എന്ന ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. എ എന്ന് പറയുമ്പോൾ വിധിവാചകില് പലരും എത്തിയിട്ടുണ്ട്. അതുപോലെ മഞ്ജു സി എന്ന ഓപ്ഷൻ സംഗീത് വാചക് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 14ാമത്തെ ചോദ്യമാണ് അല്ലെ, സംഗീത് അല്ലെ. അപ്പൊ എന്ത് സാധനമാണെന്നുള്ളതാണ്. സംഗീത എ എന്ന ഓപ്ഷൻ വിധിവാചകമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒട്ടുമിക്ക ആളുകളും എ എന്ന ഓപ്ഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എയിലേക്ക് നമുക്ക് എത്താം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സി എന്ന ഓപ്ഷനും 2 പേർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശരി ഉത്തരം സി ആകാം, ശരി ഉത്തരം ചിലപ്പോൾ എയും ആകാം. എനിവേ നമുക്ക് നോക്കാം, സമയം വളരെ കുറവാണ്. എന്താണ് സംഗീത് വാചകാണ്. അവിടെ നമ്മൾ എന്താണ് സംഗീത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു സൂചനയാണ് തരുന്നത് അല്ലെ. സംഗീത് എന്തായിരുന്നു, സംഗീത് പരിശ്രം കർത്താ ഉത്തീർണ ഹോ ജാത്ത, നന്നായി പരിശ്രമിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് വാങ്ങാമായിരുന്നു എന്നൊരു സംഗീത് അവിടെ ലഭിക്കുന്നു. അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ് സംഗീത് വാചക് ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം ഇതാണ്, ധ്വനി വിജ്ഞാൻ മേ സ്വനിം കാ സംബന്ധ് കിസ്സേ ഹെ. അപ്പോ ധ്വനി വിജ്ഞാനില് നമ്മൾ സ്വനിന്റെ റിലേഷൻ എന്തിലാണെന്ന് നമ്മ എന്താണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ താഴെ 4 ഓപ്ഷൻ തരും. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ അർത്ഥസെ. ധ്വനി വിജ്ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ സ്വനിമിന്റെ റിലേഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്, അർത്ഥസെ ആണോ, ഉച്ചാരിത് ധ്വനിക്ക് ന്യൂനതം ഇക്കായിസെ എന്നതാണോ, വാക്യ രചനാസെ ആണോ, ലിപീസെ ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദ്യം
സീനത്താണ് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു, സംഗീത സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു, ജുനൈഹ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. കാരണം നീണ്ടൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കട്ടെ അല്ലെ എന്നായിരിക്കാം. മേ ബി അത് ശരിയായ ഉത്തരം തന്നെ ആകാം. ഓക്കെ, ബി എന്ന് 3 പേര് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജുനൈഹ, രജനി, ശ്രീലക്ഷ്മി എന്നവര് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഉച്ചാരി ധ്വനിക്ക് അല്ലെ, അതായത് ഉച്ചരിക്കപ്പെടുന്ന ധ്വനിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് സ്വനിം എന്ന് വിളിക്കുന്നതെന്ന് ബി പറയുന്നു അല്ലെ. പിന്നെ എ എന്ന് പറയുമ്പോൾ അർത്ഥ് അതിന്റെ മീനിങ്ങിനെ ബോധിപ്പിക്കുന്നതാണോ? ഇനി എന്താണ്? സി എന്ന് മാർക്ക് ചെയ്തവരുണ്ട് വാക്യരചനാസെ, അതായത് ആ സെന്റൻസിന്റെ രചനയെയാണോ നമ്മൾ സ്വനിം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ അത് ബി എന്ന ഓപ്ഷനാണ് വരുന്നത്. അപ്പൊ ഉച്ചാരി ധ്വനിക്ക് ന്യൂനതം ഇക്കായിസെ, കാരണം ധ്വനി എന്നതിനോട് ബന്ധപ്പെട്ട് സ്വനിം വരുന്നു അല്ലെ, അതായത് ഉച്ചാരണമാണ്. അപ്പോ ആ ഒരു ധ്വനി അ, ഇ, ഉ ഇങ്ങനെ ഉച്ചരിക്കുന്ന അവസരത്തിലെ എന്താണ് ഏറ്റവും ചെറിയ യൂണിറ്റുമായിട്ടാണ് സ്വനിം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 16ാമത്തെ ഒരു ചോദ്യമാണ്. എന്താണ്? നിമ്നലിഖിത് മേസെ കോൺസാ ശബ്ദ് അവികാരി ഹെ. അവികാരി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് വികാരിയുണ്ട് അവികാരിയുമുണ്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ അവികാരി എന്നുള്ളതാണ്. വികാരമുള്ളതും വികാരമില്ലാത്തതും എന്ന അർത്ഥമല്ല, ചേഞ്ച് വരുന്നതും ചേഞ്ച് വരാത്തതും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംഗതിയിൽ ചേഞ്ച് വരുന്നത് എന്ന് നമുക്ക് ഗ്രമാറ്റിക്കൽ നിങ്ങൾക്കറിയാം. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. നദി, ധീരെ ധീരെ, കാല, പിന്നെ വേ. ഇത് നദി എന്ന് പറയുമ്പോൾ ജാതിവാച സംജ്ഞ, ധീരെ ധീരെ എന്ന് പറയുമ്പോൾ വിശേഷൻ, കാല എന്നതും വിശേഷൻ, വേ എന്നത് സർവനാമാണ്. അപ്പൊ ഈ 4എണ്ണത്തിൽ അവികാരി ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. സീനത്ത് സി, കാല, ഓക്കെ. മഞ്ജു ബി ആണ്, ധീരെ ധീരെ, ഓക്കെ. ധീരെ ധീരെ എന്നുള്ളത് വെറും വിശേഷണമല്ല, ക്രിയാവിശേഷനാണ് കേട്ടോ. സംഗീത എന്താണ്? സംഗീത വിയോ? വി എന്ന ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, നജിയ ഡി, ബി, ബി. ഡി എന്ന് പറയുമ്പോൾ വേ ആണ്, ബി എന്ന് പറയുമ്പോൾ ധീരെ ധീരെയാണ്. ഓക്കെ, ഒരാള് ബി എന്ന്, 2 പേര് ബി എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്, 3 പേര് ഇപ്പൊ തന്നിട്ടുണ്ട്, 4 പേരായിട്ടുണ്ട്. ഓക്കെ, അല്ല 4 പേരല്ല 3 പേര്. ഓക്കെ, ഡി എന്ന ഓപ്ഷൻ വേ. അപ്പൊ വികാരി എന്ന് പറയുന്നത് എന്താണ്? വികാർ ഹോത്താഹെ, അതായത് ചേഞ്ച് വരുന്നു. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ലിംഗ് വചൻ കാരക്ക് അനുസാർ എന്ത് ചേഞ്ച് വരുന്നു അല്ലെ. ലിംഗ് വചൻ കാരക്ക് അനുസാർ. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം വരുന്നത് ധീരെ ധീരെയാണ് കേട്ടോ. അതായത് ഇപ്പൊ നദി എന്ന് പറയുമ്പോൾ അത് ജാതിവാച സംജ്ഞയാണ്. അപ്പൊ ഈ സംജ്ഞയിൽ എന്താ? നദി, നദിയാം എന്ന രീതിയിൽ വചൻ എന്ന ഇതിലെടുക്കുമ്പോൾ ഏകവചൻ നദി, നദിയാം നമ്മൾ ബഹുവചൻ എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നു. അപ്പോ അവിടെ നദി എന്ന വാക്ക് നദിയാം എന്നതിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇനി കാല എന്നെടുത്തു കഴിഞ്ഞാൽ വിശേഷനാണ്. എന്താണ്? കാല പഹാഡ് എന്ന് വിശേഷിപ്പിച്ചാൽ നമുക്ക് എന്ത് പറയാം? പഹാഡ് എന്നത് പുല്ലിംഗമായതുകൊണ്ട് കാല പഹാഡ് എന്ന് ഉപയോഗിക്കാം. അതേസമയം പുസ്തക് അത് സ്ത്രീലിംഗ വാക്കാണ്. അപ്പൊ അത് കാലി പുസ്തക് എന്നാണ് മാറുക. അവിടെ കാല വന്ന കാലി പുസ്തക്. അപ്പൊ കാല എന്നത് കാലിയായിട്ട് മാറുന്നു. അപ്പൊ അവിടെ എന്ത് വരുന്നു? ചേഞ്ച് വരുന്നു. ഇനി വേ എന്നത് സർവനാമാണ്. എന്തിന്റെ ബഹുവചനമാണ് ഈ വേ? വഹ് എന്ന സർവനാമിന്റെ ബഹുവചനമാണ് എന്ത് ഈ വേ എന്ന് പറയുന്നത്. അപ്പൊ ഇതും എന്താണ്? വികാരി ശബ്ദാണ്. അതേസമയം ധീരെ ധീരെ എന്നത് ക്രിയാവിശേഷനാണ്. ധീരെ ധീരെ ചലോ അല്ലെ. ധീരെ ധീരെ ചലോ എന്ന് പറഞ്ഞാൽ എന്താ? പതിയെ പോകൂ, ധീരെ ധീരെ ബോലോ, പതിയെ പറയൂ. ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയാവിശേഷനാണ്, അത് അവികാരിയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചേഞ്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വികാരിയും അവികാരിയും എങ്ങനെയാണ്? ലിംഗ് വചൻ കാരക് അല്ലെ. അപ്പൊ ലിംഗ് എന്റെ രീതിയിൽ മാറ്റം വരാം, വചൻ വന്നു കഴിഞ്ഞാൽ മാറ്റം വരാം, കാരക് ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് വരുന്നു. അപ്പൊ ഇങ്ങനെ ചേഞ്ച് വരാത്തതിന് നമ്മൾ അവികാരി എന്ന് പറയുന്നു. ചോദ്യത്തിൽ അവികാരിയാണ് ചോദിച്ചത്. അപ്പൊ ധീരെ ധീരെ ക്രിയാവിശേഷനാണ് എന്ത്? അവികാരി ശബ്ദത്തിൽ. ഓക്കെ, 17ാമത്തെ ചോദ്യം. ലഡ്ക ശബ്ദ കാ ഭാവാജ് സംജ്ഞാരൂപ് ക്യാ ഹോഗ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, വേഗാവട്ടെ. ലഡ്ക എന്ന വാക്കിന്റെ നിന്നുമുണ്ടാകുന്ന ജാതിവാച സംജ്ഞയാണ്. അതിന്റെ എന്താണ് ഭാവാജ സംജ്ഞ? ഏതാണ് രൂപം? എന്താണ്?
ഓക്കെ, ഡി ആണ് ലഡക്പൻ അല്ലെ. ലഡക്പൻ എന്നതാണ് എന്ത്? കറക്റ്റ് ആണ് അല്ലെ, വളരെ ശരിയാണ്. ലഡക്പൻ അല്ലെ, അതായത് ആൺകുട്ടി എന്ന ജാതിവാചസഞ്ജയിൽ നിന്നും ആണത്വം എന്ന അർത്ഥത്തിലേക്ക് എത്തുന്ന ഭാവവാചസഞ്ജ, അതാണ് ലഡക്പൻ എന്ന ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എളുപ്പമുള്ളതായിരുന്നു. സമയം നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ്. 18ാമത്തെ ഒരു ചോദ്യമാണ്. വ മേരാ ഘർ ഹെ ഇസ് വാക്യ മേ വ സർവനാം കാ കौन सा भेद है? സർവനാമിനെ പറ്റി നമ്മൾ പറഞ്ഞു, 6 ഭേദമുണ്ട്. അപ്പൊ ഓപ്ഷൻസ് ഞാൻ തരാം. നിശ്ചയവാചക്, അനിശ്ചയവാചക്, നിജവാചക്, പ്രശ്നവാചക്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ വ മേരാ ഘർ ഹെ, ഇവിടെ വ എന്ന് പറയുന്നത് രജനി എന്താണ്? ഡി ആണ് പറഞ്ഞ പ്രശ്നവാചക് അല്ല, സിനത്താണ് ആദ്യം പറഞ്ഞതല്ലേ, എ ആണ്. നിശ്ചയവാചകാണ്. ഓക്കെ, വളരെ എളുപ്പമുള്ളതാണ്. നിശ്ചയവാചക്, അത് എന്റെ വീടാണ്. വ മേരാ ഘർ ഹെ. അപ്പോ അത് വഹ് എന്നത് എന്താണ്? നിശ്ചയവാചക് സർവനാമാണ്. വെരി ഗുഡ്. നമുക്കിനി 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 19ാമത്തെ ചോദ്യം, സുന്ദർ ശബ്ദ് വ്യാകരൺ കി ദൃഷ്ടി സെ ക്യാ ഹെ? ഇതും വളരെ എളുപ്പമുള്ളതാണ്. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സംജ്ഞയാണോ, സർവനാമാണോ, വിശേഷണാണോ, അവ്യയാണോ? മഞ്ജു, സി വിശേഷണാണ് അല്ലെ, കറക്റ്റ് ആണ്, വിശേഷണാണ്. സുന്ദറാത്മി, സുന്ദർ ലഡ്ക, സുന്ദർ ഫൂൽ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സുന്ദർ എന്നത് എന്താണ്? വിശേഷണാണ്. ഇനി 20ാമത്തെ ചോദ്യം, ബച്ച സോ രഹാ ഹെ ഇസ്മേ കौन सी ക്രിയ ഹെ? അല്ലെ, എന്താണ് ബച്ച സോ രഹാ ഹെ? ഇതില് ഏത് ക്രിയയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അകർമ്മക്, സകർമ്മക ആണ് കേട്ടോ രണ്ടാമത്തെ ഇത്. പിന്നെ പ്രേരണാർത്ഥക്, സംയുക്ത്. ഇതില് ഒരെണ്ണം ഇതാണ്. സി പ്രേരണാർത്ഥക് എന്ന് പറഞ്ഞു. മഞ്ജു എ പറഞ്ഞു. 2 ഓപ്ഷൻ ഒരുപോലെ വന്നിട്ടുണ്ട്. അത് എന്താണ്? 20ാമത്തെ ചോദ്യത്തില് എന്താണ്? ബി എന്നത് എന്താണ്? സകർമ്മകാണ്. സകർമ്മകിന്റെയും അകർമ്മകിന്റെയും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എയും ബിയും ശരിയാണ്. ആക്ച്വലി എന്താണ്? ബി എന്നത് സകർമ്മകം എന്നായിരുന്നു, പക്ഷെ എന്താണ്? ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോ അകർമ്മകാണ് നമ്മൾ പറഞ്ഞു. സോത്താഹെ എന്നതൊരു അകർമ്മക്രിയയാണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി 21ാമത്തെ ചോദ്യമാണ്. വാക്യക്ക് മുഖ്യ അംഗ് कौन से होते हैं? ഒരു സെന്റൻസിന്റെ മെയിൻ അംശം എന്ന് പറയുന്നത്, മെയിൻ അവയവങ്ങൾ എന്ന് പറയുന്നത് എന്തിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ശബ്ദ് और अर्थ, स्वर और व्यंजन, ഉദ്ദേശ്യ और विधेय, സംജ്ഞ और സർവനാം. ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏത് എന്നാണ് ചോദ്യം അല്ലെ. എ എന്ന് പറഞ്ഞിരിക്കുന്നു, ശബ്ദ് और अर्थ പറഞ്ഞിരിക്കുന്നു, സ്വർ और വ്യഞ്ജൻ എന്ന് പറഞ്ഞിരിക്കുന്നു, ഉദ്ദേശ്യ और വിധേയ, സംജ്ഞ और സർവനാം. ഇവിടെ സി എന്ന് മാർക്ക് ചെയ്തവരുണ്ട്, എ എന്ന് മാർക്ക് ചെയ്ത് 3 പേരുണ്ട്. ശബ്ദ് और अर्थ, ശബ്ദം എന്ന് പറയുമ്പോൾ വേർഡാണ്. വീടും അതിന്റെ അർത്ഥവും കൊണ്ട് ഒരു സെന്റൻസ് ശരിയാകുമോ? സ്വർ വ്യഞ്ജനങ്ങൾ, കുറച്ച് സ്വരങ്ങളും കുറച്ച് വ്യഞ്ജനങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ സെന്റൻസ് എല്ലാമായി എന്ന് നമുക്ക് ധരിക്കാനായിട്ട് കഴിയുമോ? പിന്നെ ഉദ്ദേശ്യ और വിധേയ, അതാണ് പ്രൊഫഷണലി ഒരു ടച്ച് തോന്നുന്നത് അല്ലെ. സംജ്ഞാ സർവനാം, കുറച്ച് സംജ്ഞയും കുറച്ച് സർവനാമം ചേർന്ന സെന്റൻസിൽ എല്ലാമായി നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. എനിവേ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉദ്ദേശ്യ और വിധേയ ആണ്. ഉദ്ദേശ്യ और വിധേയ. ഇനി 22ാമത്തെ ചോദ്യമാണ്. അർത്ഥ സങ്കോച് കാ പ്രസിദ്ധ ഉദാഹരണം. നമ്മൾ അർത്ഥ വിസ്താറിനെ പറ്റി പറഞ്ഞു. ഇനി ഇവിടെ അർത്ഥ സങ്കോചിന്റെ ഉദാഹരണം പറയുക. മഹാരാജ്, ഗവേഷണ, മൃഗ്, പ്രവീൺ. അപ്പൊ ഈ 4 പ്രവീൺ നേരത്തെ വന്നിരുന്നു ഓപ്ഷൻ ആയിട്ട്. ഇവിടെ 22ാമത്തെ ചോദ്യമാണ്. ഏതാണെന്നുള്ളതാണ് സംഗീത, സി അല്ലെ. പ്രസിദ്ധമായ ഉദാഹരണം നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലെ. അർത്ഥവിസ്താറും അർത്ഥസങ്കോചലും കുറച്ച് ഉദാഹരണങ്ങൾ പഠിച്ചു പോകുന്നതാണ്. അപ്പോ അർത്ഥസങ്കോചില് വരുന്ന എന്താണ് ഉദാഹരണം നോക്കുക. എന്താണ്? ഓക്കെ, സി ആണ്, ശരിയാണ്. മൃഗ് എന്ന വാക്കാണ് ശരിയായ ഉത്തരം വരുന്നത്. ഇനി 23ാമത്തെ ചോദ്യം. കൽ ആകാശ് മേ വായുയാൻ ഉഡ് രഹി ഥി, ഇസ് വാക്യ മേ അശുദ്ധി കാ കാരൺ ക്യാ ഹെ? ഈ ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള എറർ ആണ് ഇതിലുള്ളത്? കൽ ആകാശ് മേ വായുയാൻ ഉഡ് രഹി ഥി, ആ സെന്റൻസ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കുക. ഓപ്ഷൻസ് ഞാൻ തരാം. വചൻ സംബന്ധി, അതായത് ഏകവചൻ ബഹുവചൻ സംബന്ധിച്ചുള്ള മിസ്റ്റേക്ക് ആണോ? കാൽ സംബന്ധി, ടെൻസുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ആണോ?
കാരക് സംബന്ധി 8 കാരക് ഉണ്ട്. ഇനി അത് വെച്ചതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ്. പിന്നെ ലിംഗ് സംബന്ധി എന്താണ്, പുല്ലിംഗ് സ്ത്രീലിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എറർ ആണോ എന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുക, കൽ ആകാശ് മേ വായാൻ ഉഡ് രഹി തി എന്ന അർത്ഥത്തില് ഇവിടെ എന്താണ് ബി ആണ്. രണ്ടുപേര് എന്താണ് കാൽ സംബന്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. 23-ാമത്തെ ഉത്തരം 23-ാമത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബി ആണ്, അതായത് കാൽ സംബന്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം ശരിയാണോ എന്നത്. ബി ആണ്, അല്ല എന്താണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ലിംഗ് സംബന്ധിയാണ്. നിങ്ങൾ നോക്കുക, കൽ എന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക നാളെ എന്ന അർത്ഥത്തിലായിരിക്കാം, പക്ഷേ കൽ എന്നത് ഇന്നലെ എന്നത് കൂടിയാണ് അല്ലെ, യെസ്റ്റർഡേ. അപ്പൊ കൽ ആകാശ് ഇന്നലെ ആകാശത്ത് വായൻ ഉഡ് രഹീത്തി, അത് കറക്റ്റ് ആണ്. കാൽ ടെൻസ് പരമായിട്ട് കറക്റ്റ് ആണ്. ഇന്നലെ ആകാശത്ത് എന്താണ് വിമാനം പറക്കുന്നുണ്ടായിരുന്നു, ഉഡ് രഹീത്തി അല്ലെ, പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. കൽ എന്നത് യെസ്റ്റർഡേ ആണ്. പിന്നെ ഇവിടെ എന്ത് മിസ്റ്റേക്കാ വന്നിരിക്കുന്നത്, വായുയാൻ. വായുയാൻ എന്നത് പുല്ലിംഗ് വാക്കാണ്. അപ്പോൾ കൽ ആകാശ് വായുയാൻ ഉഡ് രഹാത്ത എന്നാണ് വരേണ്ടിയിരുന്നത് അല്ലെ, കായാൻ ഉഡ് രഹാത്ത. അപ്പൊ ഉഡ് രഹാത്ത എന്നായില്ല, അതുകൊണ്ട് ലിംഗ് സംബന്ധി അല്ലെ. അപ്പോ വായാൻ എന്ന വാക്ക് പുല്ലിംഗ് ആയതുകൊണ്ട് ഉഡ് രഹാത്ത എന്നായിരുന്നു അവസാനിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംബന്ധിച്ചുള്ള മിസ്റ്റേക്ക് ആണ്, ലിംഗ് സംബന്ധി മിസ്റ്റേക്ക് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക. അപ്പൊ നിങ്ങൾ സെന്റൻസ് വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, പലതവണ വായിച്ചു നോക്കുക. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കൽ എന്നത് നാളെ എന്നാ ഓർക്കുക. അപ്പൊ കൽ ആകാശ് മേ വായാൻ ഉഡ് രഹേഗ എന്നല്ലേ വരേണ്ടത് എന്ന് നമുക്ക് ഓർത്തു പോകും. പക്ഷേ ഇവിടെ കൽ എന്നത് ഇന്നലെ എന്ന അർത്ഥം കൂടി ഉണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി നോക്കുക 24-ാമത്തെ, രൂപ വിജ്ഞാൻ കി അന്തർഗത് കിസ്കാ അധ്യയൻ കിയാ ജാത്താ ഹൈ. രൂപ വിജ്ഞാനിൽ നമ്മൾ എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നടത്തുന്നതെന്നാണ്. അപ്പൊ നോക്കുക, കേവൽ വാക്യോं का, शब्दों की आंतरिक संरचना और रूपों का, കേവൽ ധ്വനിയോं का, പിന്നെ ഛന്ദോं का. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് പറയുക. ഓക്കെ, മഞ്ജു നായർ ബി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശബ്ദോം കി ആന്തരിക് സംരചന. സീനത്ത് ഡി ഛന്ദോക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. ബി ശ്രീലക്ഷ്മി, സംഗീത ബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ചന്തോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് നമ്മൾ വ്യാകരണത്തിൽ വരുന്ന ആവശ്യമില്ല. ചന്ത് എന്തിലാണ്, വേറെ ഇതിലാണ് പഠിക്കുന്നത്, കാവ്യശാസ്ത്രപരമായിട്ടാണ്. പിന്നെ ധ്വനികളെ മാത്രം പറ്റി പഠിക്കുന്നതാണ് രൂപവിജ്ഞാനം എന്ന് ആലോചിക്കുക. അപ്പൊ ഓരോ ഓപ്ഷനും എടുത്ത് നോക്കുക, അതിനോട് സൂട്ടബിൾ ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെ വരുമ്പോ ശബ്ദോം കി ആന്തരിക് സംരചന और रूपों का, ഇത് എന്തിൽ വരുന്നു, രൂപവിജ്ഞാനം പഠിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി 25 ലാസ്റ്റ് ചോദ്യമാണ്. രാം ने रावण को बाण से मारा, इस वाक्य में बाण से में कौन सा कारक है. എളുപ്പമുള്ളതാണ്, നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നതിന് മുമ്പേ പറയാവുന്നതാണ്. എന്താണ് ഈ സെന്റൻസിൽ ഏത് കാരകാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാണിന്റെ കൂടെ, കരൺ കാരക്. ഓക്കെ, മഞ്ജു നായർ കറക്റ്റ് ആണ്, കരൺ കാരകാണ്, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ രാം നേ രാവൺ കോ ബാൺ സെ മാര, ഇവിടെ ആ ഒരു മാർഗം എന്തുകൊണ്ട് കൊന്നു എന്നതാണല്ലോ. അപ്പൊ ബാൺ സെ മാര എന്നാണ് വരുന്നത്. അപ്പോ സമയം കുറവായതുകൊണ്ടാണ് ലാസ്റ്റത്തെ ഇത് കുറച്ച് എന്താണ് സ്പീഡിലായി പോയി. എന്നാലും നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏതൊക്കെ രീതിയിൽ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പല രീതിയിലുള്ള ചോദ്യങ്ങൾ മറിച്ചും തിരിച്ചൊക്കെ വരാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് എടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഓക്കെ, താങ്ക് യു. അപ്പോ വളരെ മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അറ്റൻഡ് ചെയ്യുക. ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത് വളരെ റഫ് ആണെന്നറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ലൈവില് വീണ്ടും കാണാം. അപ്പോൾ ഗ്രാമർ നന്നായിട്ട് അടിച്ച് മിനിച്ച് പഠിക്കുക, നല്ലപോലെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.